ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് നാലാമത്തെ യൂണിറ്റായ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, മാച്ച് ദ ഫോളോയിങ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. ലെഫ്റ്റ് സൈഡിൽ ചിത്രങ്ങൾ 4 തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അവർ ചെയ്ത ആക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും എന്താണ് ചെയ്തതെന്ന് നമ്മൾ ഒരു ലൈൻ വെച്ച് വരച്ചു കൊടുക്കണം. ഒന്നാമത് ഓൾഡ് ലേഡിയാണ് അല്ലേ. അവരെന്താ ചെയ്തത്? പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ. അവർ ആ പാത്രം അടുപ്പ് കല്ലിൻ്റെ മേലെ വെച്ചു, കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചു. രണ്ടാമത്തെ ഓൾഡ് മാൻ എന്ത് ചെയ്തു? ബ്രോട്ട് ചിക്കൻ കൊണ്ടുവന്നു. മൂന്നാമത്തെ യങ് ലേഡി ആഡഡ് ക്യാരറ്റ് അതിലേക്ക് ആഡ് ചെയ്തു. നാലാമത്തെ ആൾ എന്താ ചെയ്തത്? യങ് മാൻ പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ടിലേക്ക് ഒരു സ്റ്റോണിൽ ഒരു കല്ലെടുത്തിട്ടു. ആക്ടിവിറ്റി 2, ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ, ദ ട്രാവലർ സെഡ്. Read the expressions underlined. Complete the following using the correct words from the box. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ്, അതായത് ഇത് അത്രയധികം ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ടേസ്റ്റിയാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആസ് ടേസ്റ്റി ആസ് എന്നുള്ള എക്സ്പ്രഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അത്രത്തോളം വളരെ അതിൻ്റെ ഒരു പീക്ക് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ അത്രയും കൂടുതലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് ആ എക്സ്പ്രഷൻസ് താഴെയുള്ള അത് വായിച്ചിട്ട് നമുക്കിപ്പോൾ ആസ് ഉപയോഗിച്ചിട്ട് ആസ് ഡാഷ് ആസ് അതുപോലെ ഉപയോഗിച്ച് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. അവിടെ ഒരു ബ്രാക്കറ്റിൽ കുറേ വേർഡ്സ് തന്നിട്ട് താഴെ 5 സെൻറ്റൻസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി നോക്കി ചെയ്യാമല്ലോ. ഒന്നാമത്, ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ്. ജിറാഫിൻ്റെ അത്ര, സർക്കസിലുള്ള ആൾ ജിറാഫിൻ്റെ അത്ര എന്തോ ആണ്. എന്താണ് ജിറാഫിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും നീളം കൂടിയ, അല്ലെ കഴുത്തിനൊക്കെ ഏറ്റവും നീളം കൂടിയ ആനിമൽസിനെ ഒന്നാണ് ജിറാഫ്. ഓക്കെ, അപ്പോൾ ആസ് ടോൾ, ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളിൽ ടോളാണ് നീളം എന്നുള്ള വാക്ക് വരിക. അപ്പോൾ ആസ് ടോൾ ആസ്, ജിറാഫിൻ്റെ അത്രയും നീളം എന്നുള്ള ആളാണ്. വലിയ ജിറാഫിൻ്റെ അത്ര നീളം ഉണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, അത്രത്തോളം നീളമുണ്ട്, നീളം കൂടിയ ആൾ എന്നുള്ള അർത്ഥമാണ് അവിടെ കേട്ടോ. രണ്ടാമത് നോക്കി, ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഹണി ബി, തേനീച്ച അല്ലേ. തേനീച്ചക്ക് റെസ്റ്റ് ചെയ്യില്ല, അത് എപ്പോഴും എന്താണ്? ബിസിയാണ് അവിടെ. ഓക്കെ, ദ ടീച്ചർ ഈസ് ആസ് ബിസി ആസ് എ ബി. ടീച്ചർ എപ്പോഴും ഒരു തേനീച്ചയെ പോലെ എപ്പോഴും തിരക്കാണ്. മൂന്നാമത്തത്, ദ വാട്ടർ ഫ്രം ദ വാട്ടർഫോൾ ഈസ് ആസ് ഡാഷ് ആസ് ക്രിസ്റ്റൽ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയും അല്ലേ. ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവിടെ. ക്ലിയർ ആസ് ക്രിസ്റ്റൽ. അടുത്തതോ, ദ കേക്ക് ഈസ് ആസ് ഡാഷ് ആസ് ഐസ്. ആ കേക്ക് ഐസ് പോലെ എന്തോ ആണ്. ഐസ് എന്തായിരിക്കും? വളരെ തന്ന വാക്കുകൾ വായിച്ചു നോക്കൂ. കോൾഡാണ് അല്ലേ. ഐസ് കോൾഡാണ്. സോ ദ കേക്ക് ഈസ് ആസ് കോൾഡ് ആസ് ഐസ്. അഞ്ചാമത്തത്, ദ ടോർട്ടോയിസ് ഈസ് ആസ് ഡാഷ് ആസ് എ സ്നെയിൽ. ആമ സ്നെയിലിൻ്റെ അത്രയും എന്തോ ആണ്. എന്താണ്? സ്ലോ ആണ്. ദ ടോർട്ടോയിസ് ഈസ് ആസ് സ്ലോ ആസ് എ സ്നെയിൽ. ആക്ടിവിറ്റി 3, read the following passage. Rewrite the passage using other words from the textbook for the underlined words. എന്താ പറയുന്നത്? താഴെ തന്ന ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, അത് വായിക്കുക. എന്നിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്ത കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ അതേ അർത്ഥം വരുന്ന വേർഡ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെടുത്ത് അവിടെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അത് വെച്ചിട്ട് അത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നുകൂടി എഴുതാൻ. വൺ ഡേ എ ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. അവിടെ അറൈവ്ഡിൻ്റെ പകരം റീച്ച്ഡ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത വാക്ക് അറൈവ്ഡ് ആണ്, അതിന് പകരം റീച്ച്ഡ് എന്നുള്ള വാക്കാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ബ്ലൂ കളറിൽ കൊടുത്ത വാക്കാണ് കേട്ടോ. ഹി വാസ് എക്സോസ്റ്റഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി. എക്സോസ്റ്റഡ് ആണ് വെരി ടയേർഡിന് പകരം. വെരി ടയേർഡിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് പകരം എക്സോസ്റ്റഡ്. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. ഒരു വയസ്സായ സ്ത്രീയുടെ സഹായത്തോടെ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കി. ദ സൂപ്പ് വാസ് ടേസ്റ്റി ആണ് അവിടെ. ഡെലീഷ്യസിന് പകരം ടേസ്റ്റി. They enjoyed the soup. One of the villagers asked the traveler for such a stone. ഒരാൾ അതുപോലത്തെ ഒരു കല്ല് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അയാൾ മറുപടി പറയുന്നത്? Then the traveler said that it is just an normal stone പകരം an ordinary stone. ഓക്കെ, ശരിയായില്ലേ? ആക്ടിവിറ്റി 4, it smells good, it tastes good. ഇത് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അതിനെ അടുത്ത സെൻറ്റൻസ് നോക്കൂ. It smells good and tastes good. ആൻഡ് ഉപയോഗിച്ച് 2 സെൻറ്റൻസിനെ ഒന്നാക്കി മാറ്റി അല്ലേ. 2 സെൻറ്റൻസിനെ സിംഗിൾ സെൻറ്റൻസ് ആക്കി. എങ്ങനെയാണ്? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ്സ് ഗുഡ്. മനസ്സിലായല്ലോ? കൺജങ്ഷൻ എന്നാണ് പറയുക കേട്ടോ ആൻഡിന്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇനി നമുക്ക് തന്നിരിക്കുന്ന 3 സെൻറ്റൻസ് ഉണ്ട്. അതിന് ആൻഡ് വെച്ചിട്ട് കുറച്ച് 5 സെൻറ്റൻസ് ഉണ്ട് അല്ലേ. ആ സെൻറ്റൻസിന് ആൻഡ് വെച്ചിട്ട് ചെയ്യാനാണ്, ജോയിൻ ചെയ്യാനാണ് പറയുന്നത്.
ഹിയർ ആൻഡ് ഇസ് എ ജോയിനിങ് വേർഡ്. ജോയിനിങ് വേർഡ് എന്നാണ് പറയുക ആൻഡിനെ. ആ ജോയിനിങ് വേർഡ് ആൻഡ് ഉപയോഗിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കമ്പൈൻ ചെയ്യണം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ഐ വിൽ ഗോ. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. ഞാൻ പോകാം, ഞാൻ പോയിട്ട് കുറച്ച് ക്യാരറ്റുകൾ എൻ്റെ ഗാർഡനിൽ നിന്ന് കൊണ്ടുവരാം. അതിന് രണ്ടിനെയും കൂടി ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കണം. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. ഞാൻ പോയിട്ട് കുറച്ച് ക്യാരറ്റ് കൊണ്ടുവരാമെന്നായി അവിടെ കേട്ടോ. അടുത്ത നോക്കൂ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ഡേ. ഒരു യങ് ട്രാവലർ ദിവസം മുഴുവൻ നടക്കലായിരുന്നു. ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. അവനൊരു വില്ലേജിലെത്തി. അവിടെ രണ്ട് സെൻറ്റൻസാണ്, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വേറൊരു സെൻറ്റൻസാണ്. അതിന് രണ്ടിനെയും കൂടി ഒരു സെൻറ്റൻസ് ആക്കലാണ്. എങ്ങനെ? എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ഡേ ആൻഡ് ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. മനസ്സിലായാലോ? ഒന്നുമില്ല, അവിടെ ഒരു ആൻഡ് വന്നു എന്ന് മാത്രം. ക്യാപിറ്റൽ ലെറ്റർ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞുള്ള ആദ്യത്തെ അക്ഷരം എന്തായിരിക്കും? എപ്പോഴും ക്യാപിറ്റലായിരിക്കും. അവിടെ നോക്കൂ, ഹി എന്നുള്ളതിൻ്റെ എച്ച് ക്യാപിറ്റലാണല്ലേ. അത് രണ്ടാമത്തെ സെൻറ്റൻസ് കമ്പൈൻ ചെയ്ത സെൻറ്റൻസ് വരുമ്പോഴത്തേക്കും ആ ക്യാപിറ്റൽ എച്ച് മാറി സ്മോൾ എച്ച് ആയി. അവിടെ അതൊക്കെയാണ് ഡിഫറൻസ് നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒന്നാമത്തെ സെൻറ്റൻസിൽ അങ്ങനെ നോക്കിയേ, ഞാൻ പോകാം, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ അവിടെ രണ്ട് ഞാൻ വേണ്ട അല്ലേ. അപ്പോൾ എന്താക്കി? അവിടെ ഒരു ഐനെ ഒഴിവാക്കി. ഞാൻ പോയി കൊണ്ടുവരാം എന്നാക്കും. മനസ്സിലായല്ലോ? അവിടെ ആ ഒരു ഐനെ നമ്മൾ ഒഴിവാക്കും. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് എന്നാക്കി കേട്ടോ. അടുത്ത മൂന്നാമത്തെ സെൻറ്റൻസ്, ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ്. ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിങ്. രണ്ടും ഒരേ സാധനത്തിനെ കൊണ്ടാണ് പറയുന്നത്, സൂപ്പിനെ കൊണ്ട്. ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിംഗ് ആണ്, ഡെലീഷ്യസ് ആണ്, വളരെ ടേസ്റ്റ് ഉള്ളതാണ്, വയറ് നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഞാൻ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാത്തതുപോലെ ദ സൂപ്പ് എന്നുള്ളത് ഒരു പ്രാവശ്യം ഉപയോഗിക്കും. എന്നിട്ട് എന്താക്കും? ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. ഡെലീഷ്യസുമാണ് ഫുൾഫില്ലിങ്ങുമാണ്. രണ്ട് പ്രാവശ്യം ഒരേ കാര്യം തന്നെ എടുത്ത് പറയണ്ട കേട്ടോ. രാമു ഈസ് വൈസ്. രാമു ഈസ് സ്മാർട്ട്. അപ്പോൾ എങ്ങനെ പറയും? രാമു ഈസ് വൈസ് ആൻഡ് സ്മാർട്ട്. മനസ്സിലായില്ലേ മക്കളെ? അടുത്തത്, ഹി ഡ്രാങ്ക് ദ സോപ്പ്. ഹി കണ്ടിന്യൂഡ് ഹിസ് ജേണി. അവൻ സോപ്പ് കുടിച്ചു, അവൻ കണ്ടിന്യൂ ചെയ്തു അവൻ്റെ ജേണി. ഇവിടെ നോക്കിയേ, സെയിം ആണ്. ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേണി. എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു. ആരാണ് കണ്ടിന്യൂ ചെയ്തത്? ഹി ആണ് അവിടെ അല്ലേ. അപ്പോൾ രണ്ട് പ്രാവശ്യം അവിടെ ഹി വരേണ്ട ആവശ്യമില്ല. അടുത്തതോ, ഹി വാസ് വെരി ഹംഗ്രി, ഹി വാസ് എക്സോസ്റ്റഡ്. അവൻ വളരെ ഹംഗ്രി ആയിരുന്നു, വളരെ ടയേർഡും ആയിരുന്നു. ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ്. അവിടെ ഒരു എച്ച് ഒഴിവാക്കി, ഹി ഒഴിവാക്കി കേട്ടോ. ഇനി അവിടെ നോക്കൂ, ഒരു 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കട്ടോ സ്വന്തമായിട്ട്. അടുത്തത് ആക്ടിവിറ്റി 5, റീഡ് ആൻഡ് എൻജോയ്. റീഡ് ദ സ്റ്റോറി ഓഫ് ഹന്നാസ് ഫൺ സമ്മർ അഡ്വഞ്ചർ വിത്ത് ചെറീസ്. ഒരു ചെറിയ സ്റ്റോറിയാണ്, അത് വായിക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. നോക്കാമല്ലോ എങ്ങനെയാണെന്ന്. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം. ഒരു ദിവസം, ഒരു ചൂടുള്ള ദിവസം, ഹന്ന അവളുടെ വീട്ടിൽ നിന്ന് കളിക്കലായിരുന്നു. ഹെർ ഫാദർ കെയിം ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ്. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ചെറീസാണ് കേട്ടോ. ചെറിപ്പഴമാണ്. ഓക്കെ, വിത്ത് ഫുൾ ഓഫ് ചെറീസ്. ഹന്നാസ് പാരൻസ് ടുക്ക് ദ ചെറീസ് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് പുട്ട് ദം ഇൻ ദ, എന്താണത്? ഫ്രിഡ്ജ് അല്ലേ. റെഫ്രിജറേറ്റർ ആണ്. ഓക്കെ, റെഫ്രിജറേറ്റർ എന്നാണ് പറയുക. പിന്നെയോ, ഹന്ന ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് ഹൗസ്. ഒരു വീടിൻ്റെ ചിത്രമാണ്. സോ ഹൗസ്. ബൈ പുട്ടിങ് ദ ചെറീസ് ടുഗെദർ ഓൺ ദ ഫ്ലോർ. അതൊക്കെ കൊണ്ടുപോയി കാറിൽ നിന്ന് അതൊക്കെ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അവളുടെ വീട്ടുകാർ, ഹന്നയുടെ വീട്ടുകാർ. ഇനി ആ ചെറി മൊത്തം ഉപയോഗിച്ചിട്ട് അത് ഫ്ലോറിലിട്ടിട്ട് ഒരു വീടുണ്ടാക്കാൻ ഹന്ന തീരുമാനിച്ചു. എന്നിട്ടോ, ദെൻ ഷീ ടുക്ക് 2 ചെറീസ് ആൻഡ് മെയ്ഡ്, കമ്മലാണ് ആ കാണുന്നത് അല്ലേ, ഇയർ റിങ്സ് ഫോർ ഹെർ സെൽഫ്. അതിൽ 2 എടുത്തിട്ട് അവൾക്ക് കമ്മലുണ്ടാക്കി. ഷീ സോ എ പ്ലാന്റ് ബൈ ദ വിൻഡോ. വിൻഡോയുടെ ചിത്രമാണ് അല്ലേ, ജനലിൻ്റെ ചിത്രമാണ് ആ കാണുന്നത്. സോ ബൈ ദ വിൻഡോ ഷീ ബ്രോട്ട് ദ ചെറീസ് ആൻഡ് ഹങ് ദം ഓൺ ഇറ്റ്സ് ലീവ്സ്. അത് കൊണ്ടുവന്നിട്ട് അങ്ങനെ തൂക്കിയിട്ട് അവൾ ചെടി, ആ ചെറീസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ലീഫിൻ്റെ മേലെ തൂക്കിയിട്ടു. ദ പ്ലാന്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഹന്ന ബ്രോട്ട് എ ക്യാമറ ടു ടേക്ക് എ ഫോട്ടോ. ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ദ ചെറീസ് ടു ഓൾ ഹെർ നെയ്ബേഴ്സ്. അവളുടെ അയൽവർക്കക്കാർക്കൊക്കെ ആ ചെറീസ് വിതരണം ചെയ്തു. ദ നെയ്ബേഴ്സ് ഗിഫ്റ്റഡ് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ടു ഹന്ന. നൗ ഹന്നാസ് റെഫ്രിജറേറ്റർ വാസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡെലീഷ്യസ് ഫ്രൂട്ട്സ്. ഒരു ചെറിയ സ്റ്റോറിയാണ്. അതിൽ ആ കാണുന്ന ചിത്രങ്ങളൊക്കെ അതിൻ്റെ വേർഡ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ആക്ടിവിറ്റി 6, ഐ ഹാവ് ചിക്കൻ സെഡ് ആൻ ഓൾഡ് ഫാമർ. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. ഒരു ഫാമർ അല്ലേ, വയസ്സായൊരു ഫാമർ പറഞ്ഞു എൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, കോഴിയുണ്ട് അല്ലെങ്കിൽ ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി താഴെ പിക്ചർ കണ്ടിട്ട് അവിടെ നോക്കുക, അതിൻ്റെ അടിയിൽ കുറേ സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളോട് വായിച്ചു നോക്കാനാണ് പറയുന്നത് കേട്ടോ.
എന്താണ് ആദ്യത്തെ ആൾ പറയുന്നത്? ഐ ആം നിത, ഞാൻ നിതയാണ്. ഐ ഹാവ് എ ട്രൈസിക്കിൾ, എൻ്റെ അടുത്ത് ഒരു ട്രൈസിക്കിൾ ഉണ്ട് അല്ലേ. 3 ചക്രമുള്ള വാഹനത്തിനാണ് ട്രൈസിക്കിൾ എന്ന് പറയാം കേട്ടോ. 3 ചക്രമുള്ള സൈക്കിളാണ് ട്രൈസിക്കിൾ. 2 ചക്രമുള്ളതാണെങ്കിൽ ബൈസിക്കിൾ. ഇനി അടുത്ത ആൾ പറയും നോക്കൂ, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഇതെൻ്റെ കൂട്ടുകാരി മിയയാണ്. ഷീ ഹാസ് എ പപ്പി, അവൾക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. ദിസ് ഈസ് പാൽ, ഇത് പാലാണ്. ഹി ഹാസ് എ ക്യാമറ, അവനൊരു ക്യാമറയുണ്ട്. വി ആർ ഫ്രണ്ട്സ്, വി ഹാവ് ഫ്ലവേഴ്സ്, ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾക്ക് ഫ്ലവേഴ്സ്, പൂക്കളുണ്ട്. ദേ ആർ കസിൻസ്, ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്, അവർ കസിൻസാണ്, അവരുടെ കയ്യിൽ ബുക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഐ വരുമ്പോൾ ഹാവ് വരും അല്ലേ. ഐ ഹാവ് ചിക്കൻ, എൻ്റെ കയ്യിൽ ചിക്കനുണ്ട്. ഐ ഹാവ് ചിക്കൻ. ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ ബുക്ക്, അങ്ങനെ പറയും കേട്ടോ. ഐ ഹാവ് എ കാർ എന്ന് പറയും. ഐ വരുമ്പോൾ ഹാവ് വരും. അടുത്തത് നോക്കൂ, ഷീ ആണ്. ഷീയും ഹീയും വരുമ്പോൾ മനസ്സിലായല്ലോ, അവൻ അവൾ, ഹീ ആൻഡ് ഷീ വരുമ്പോൾ അവിടെ ഹാസ് വരും. HAS, ഹാസ് വരും കേട്ടോ. ഷീ ഹാസ് എ പെൻ, ഷീ ഹാസ് എ പപ്പി, ഷീ ഹാസ് എ ക്യാമറ, ഹി ഹാസ് എ ബുക്ക്, ഹി ഹാസ് എ ബോൾ, ഹി ഹാസ് എ ബാറ്റ്. മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഐ വരുമ്പോൾ ഹാവ് വരും, ഷീയും ഹീയും വരുമ്പോൾ ഹാസ് വരും. അടുത്തത് വി ആണ്, ഞങ്ങൾ, അവിടെ പ്ലൂരലാണ്. ഐ, ഞാൻ എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് ഞങ്ങൾ. ഓക്കെ, അവിടെ എന്ത് വരും? വി ആർ ഫ്രണ്ട്സ്, വി ഹാവ് ഫ്ലവേഴ്സ്. വി വരുമ്പോഴും എന്ത് വരും? ഹാവ് വരും. മനസ്സിലായല്ലോ. അടുത്ത നോക്ക്, ദേ എന്താണ്? പ്ലൂരലാണല്ലേ. അഗെയിൻ പ്ലൂരൽ, കുറേ ആൾക്കാർ കൂടുമ്പോഴുള്ളതിനാണ് ദേ എന്ന് പറയുക. വി എന്നൊക്കെ പറയുന്നത് കുറേ ആൾക്കാരാണ്. അപ്പോൾ ഐ, വി, ദേ, ഇത് 3 വരുമ്പോൾ എന്ത് വരും? HAVE, ഹാവ് വരും. ഹി, ഷീ വരുമ്പോൾ ഹാസ് വരും. മനസ്സിലായല്ലോ. അത്രേ ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് അടുത്ത ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് അല്ലെങ്കിൽ ഹാസ് കേട്ടോ. ഇനി താഴെ തന്നിരിക്കുന്ന പാസേജ്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് ഹാവ് അല്ലെങ്കിൽ ഹാസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഐ ഡാഷ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവറി ഡേ. എനിക്ക് വളരെ സന്തോഷമാണ്. എന്താണ്, ഞാൻ ഒരുപാട് സന്തോഷം ഉണ്ടാകും. എങ്ങനെയാണ്? നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അവിടെ എന്താ വരിക? ഐ ഹാവ്, HAVE, ഹാവ് വരുള്ളൂ കേട്ടോ. ഐ ഹാവ്. പിന്നെ വി ഡാഷ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്. വി ഹാവ് അല്ലേ. യെസ്. മിയ ഡാഷ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക്സ് എ ലോട്ട് ഓഫ് വാട്ടർ. അവൾ കുറേ വെള്ളം കുടിക്കാൻ അവൾക്ക് സൂപ്പർ പവർ ഉണ്ട് മിയക്ക്. മിയ എന്ന് പറയുന്നത് എന്താണ്? ഷീ ആണ് അല്ലേ. മിയ എന്ന് പറയുന്നത് സിംഗുലർ പേഴ്സൺ ആണ്, അവിടെ ഷീ ആണ്. അപ്പോൾ എന്ത് വരാം? മിയ ഹാസ്. മനസ്സിലായില്ലേ മക്കളെ? മിയ ഹാസ് എന്ന് വരും. ഇനി 2 ആൾക്കാരുടെ പേരാ പറയുന്നത് വെച്ചോ, മിയ ആൻഡ് മായ, 2 ആൾക്കാർ. അപ്പോൾ എന്ത് വരും? അവിടെ ദേ ആയി അല്ലെങ്കിൽ വി ആയി. അപ്പോൾ എന്ത് വരും? അവിടെ ഹാവ് വരും. ഒരാൾ മാത്രമാകുമ്പോൾ, ഒരാളുടെ പേര് മാത്രം, അർജുൻ എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ് അവിടെ? അത് ഹീ ആണ്, അർജുൻ. അർജുൻ വരുമ്പോൾ ഹാസ് വരും. അർജുൻ ആൻഡ് കൃഷ്ണ, 2 ആൾക്കാർ. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഹാവ് വരും. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, മൈ ബ്രദർ പാൽ ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. എൻ്റെ ബ്രദറായ പാലിന് നേരത്തെ ഉറങ്ങാൻ പോകുന്ന ശീലമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? മൈ ബ്രദർ പാൽ, ഒരാൾ മാത്രമേ ഉള്ളൂ, പാൽ എന്നുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അവിടെ, അതുകൊണ്ട് ഹാസ്. ഇനിയോ, ദേ ഡാഷ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് എസ് ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതെന്താണ്, ഈ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് നമുക്ക് നല്ല എന്താണ്, ഈ നേരത്തെ ഉറങ്ങുന്നതും നല്ലോണം വെള്ളം കുടിക്കുന്നതും യമ്മി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നതും ആക്റ്റീവ് ഗെയിംസ് കളിക്കുന്നതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസാണ്. അത് നമ്മുടെ ബോഡി സ്ട്രോങ് ആകുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും? അവർക്ക് ദേ ഹാവ് ഫൗണ്ട്. ആക്ടിവിറ്റി 7 ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. ഒരു പിക്ചർ താഴെ തന്നിട്ടുണ്ട്, അത് നോക്കാനാണ്. എന്താണ് അവിടെ? ഒരു JSR ഫ്രൂട്ട് ഷോപ്പിൻ്റെ പിക്ചറാണ്, പരസ്യമാണത് അല്ലേ. ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, പിന്നെ ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ്, അതിൻ്റെ അഡ്രസ്സും തന്നിട്ടുണ്ട് താഴെ. അപ്പോൾ ഇതൊരു എന്താണ്, പഴക്കടയുടെ പരസ്യമാണ്. അതുപോലെ നമ്മളോടും ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഡിജിറ്റലി ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇനി വരച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നോക്കൂ, ദ വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വില്ലേജേഴ്സ് പഠിച്ചു ഭക്ഷണം ഷെയർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന്. ദ ഡിസൈഡ് ടു സെറ്റപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്. വില്ലേജിൽ ഒരു ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നൊരു സ്ഥലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ദേ വോണ്ടഡ് എവ്രി വൺ ടു നോ അബൌട്ട്. എല്ലാവരും അറിയിക്കണം എന്ന് അവർക്ക് തോന്നി.
Make an advertisement for the opening of a free food corner. Prepare a digital advertisement for the same. നോക്കി താഴത്ത് നിൽക്കുന്നുണ്ട്, അതുപോലെ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതിനൊരു ഹെഡിങ് വേണം, ഫ്രീ ഫുഡ് കോർണർ വേണം, ഓപ്പണിംഗ് സൂൺ, പിന്നെ ഫ്രീ ഫുഡ്. അതൊരു പരസ്യം കൊടുക്കുന്നതാണല്ലേ, നമ്മുടെ ഒരു എന്താണ് ഒരു മുദ്ര, ഒരു ഇതൊക്കെ ഉണ്ടാവും, നമ്മുടെ എംബ്ലോക്ക് കൊടുത്തിട്ടൊരു സംഭവം. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ താഴെ എവിടെയായാലും നിങ്ങൾക്ക് കൊടുക്കാം. എന്താണ് അതിൻ്റെ പ്ലേസ്, എവിടെയാണ് തുടങ്ങുന്നത്, വില്ലേജ് കമ്മ്യൂണിറ്റി ഹാൾ, തുടങ്ങുന്ന സ്ഥലം, അതിൻ്റെ ഒരു സമയം, എപ്പോഴാണ് ഉദ്ഘാടനം, അതിൻ്റെ സമയം, പിന്നെ എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഡേറ്റ് കൊടുക്കാം. പിന്നെ എന്താണ് എല്ലാവർക്കും വെൽക്കം എന്നുണ്ട്, ഓൾ വില്ലേജേഴ്സ് വെൽക്കം. പിന്നെ നമ്മുടെ ഒരു എന്താണ് ടാഗ് ലൈൻ, എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ കണ്ടുപിടിച്ച് അത് എഴുതണം കേട്ടോ. നല്ല ഫുഡ്, ഫ്രീ ഫുഡ്. ഇവിടെ എന്താണ് ഫുഡ് ഈസ് ഫ്രീ, സ്മൈൽസ് ആർ ഫ്രീ, ലവ് ഈസ് ഫ്രീ. അങ്ങനെ ഒരു ടാഗ് ലൈൻ ഉണ്ട്. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടാഗ് ലൈനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 8, ലെറ്റ്സ് മേക്ക് എ കേക്ക്. നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? കേക്ക് ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾക്ക്? ഹിയർ ആർ ദ സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. ഇതാണ് താഴെ തന്നിരിക്കുന്നതാണ് സ്റ്റെപ്സ്, കേക്ക് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡെലിഷ്യസ് കേക്ക്. ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് അതിനൊരു കറക്റ്റ് ഓർഡർ എഴുതാനാണ് പറയുന്നത് കേട്ടോ. നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എങ്ങനെയാണ്? ടേക്ക് 3 cups ഓഫ് ഫ്ലോർ, 3 eggs, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. 3 മുട്ട, 3 കപ്പ് എന്താണ് മൈദപ്പൊടി എടുക്കുക, പഞ്ചസാര വേണം, പാല് വേണം, കുറച്ച് ബട്ടറും വേണം. ആഡ് എഗ്സ് ടു ദ ബൗൾ. മുട്ട ബൗളിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സർ. ആ മിക്സറിലേക്ക് പഞ്ചസാരയും പാലും ബട്ടറും ആഡ് ചെയ്യുക. മിക്സ് ദ ഫ്ലോർ വെൽ ടു മേക്ക് എ സ്മൂത്ത് ഡോ. നല്ലൊരു മാവാക്കിയിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പോർ ഔട്ട് ദ ഡോ ഇൻ ടു എ കേക്ക് ടിൻ. ഒരു കേക്കിൻ്റെ ടിന്നെടുത്ത് അതിലേക്ക് അത് ഒഴിച്ച് വെക്കുക. ബേക്ക് ദ കേക്ക് ഇൻ എൻ ഓവൻ. എന്താണ് ഇൻ ദ ഓവൻ. ഒരു ഓവനിൽ വെച്ചിട്ട് അത് ബേക്ക് ചെയ്തെടുക്കുക. ആ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കുക അല്ലേ. ബേക്ക് ദ കേക്ക് ഇൻ ദി ഓവൻ. ഡെക്കറേറ്റ് ദ കേക്ക്. കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് അല്ലേ. ഈ ഒരു ഓർഡറിലാണ് ഉണ്ടാവുക. ആക്ടിവിറ്റി 9 നോക്കൂ. അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. ആ കുറേ വേർഡ്സ് എന്താണ് ഓർഡറിലാണ് തന്നിട്ടുണ്ട്. അതിനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചെയ്തിട്ട് ടെക്സ്റ്റിലുള്ള വേർഡ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കിയേ. ഒന്നാമത്തത് ഏതാ വേർഡ് വരെ? MLSAL നോക്കിയിട്ട് അതിനെ മാറ്റിയൊക്കെ എഴുതി നോക്കുമ്പോൾ നമുക്ക് സ്മോൾ എന്നുള്ള വേർഡ് കിട്ടും. രണ്ടാമത്തത് കോട്ടേജ്. മൂന്നാമത്തത് നത്തിങ്. നാലാമത്തത് ട്യൂൺ, TUNE ട്യൂൺ. അഞ്ചാമത്തത് ഹംഡ്, HUMMED ഹംഡ് എ സോങ് അല്ലേ. അടുത്തത് ഡെലീഷ്യസ്. പിന്നെ ഒനിയൻ, YOUNG യങ് ആൻഡ് പോക്കറ്റ്. ഇതിൻ്റെ അകത്തുനിന്ന് ആ റെഡ് ബോക്സിലുള്ള ലെറ്റേഴ്സൊക്കെ എടുത്ത് ഇവിടെ എഴുതാനാണ് പറയുന്നത്. നോക്കി ഓർഡറിൽ വരുന്നുണ്ട് അല്ലേ. STONE സ്റ്റോൺ. അടുത്തത് SOUP സൂപ്പ്. സ്റ്റോൺ സൂപ്പ് എന്നുള്ള വേർഡാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിലെ ആക്ടിവിറ്റീസ്. ഇനി ഒരു ചെറിയ പോയതുകൊണ്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ബാക്കിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ സീ യു മക്കളെ, ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സീ യു, ബൈ.